Dear students, welcome back to next class. Today let's start our third chapter, equal sharing. Okay. All of you look at page number 34. Let's share. For the Independence Day celebration, the children in class 50A of Ramanujan Memorial UP School were divided into 6 groups and each given some task. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം 50A രാമാനുജൻ മെമ്മോറിയൽ UP സ്കൂളിലെ 50Aയിലെ സ്റ്റുഡൻസിനെ 6 ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് അവർക്ക് കുറച്ച് ടാസ്ക് കൊടുക്കുകയാണ്. The teacher gave some seats to Meenu for distributing ഈക്വലി എമംഗ് ദ ഗ്രൂപ്പ്സ്. ടീച്ചർ എന്ത് ചെയ്യാണ് കുറച്ച് സീറ്റ്സ് മീനുവിൻ്റെ കയ്യിൽ കൊടുത്തു. അത് ഈക്വലായിട്ട് ആ ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യാം. മീനു കൗണ്ടഡ് ദം 48 ഇന്നാണ്. അപ്പോൾ മീനു എന്ത് ചെയ്തു ആ സീറ്റ്സൊക്കെ കൗണ്ട് ചെയ്തപ്പോൾ 48 ആണ്. ആ സീറ്റ്സ് 48 ആണെന്ന് കിട്ടി. ഹൗ ഡു വി ഡിവൈഡ് 48 സീറ്റ്സ് ഈക്വലി എമംഗ് 6 ഗ്രൂപ്പ്? ഇനി എന്ത് ചെയ്യണം ഈ 6 ഗ്രൂപ്പിൽ 48 സീറ്റ്സ് എന്ത് ചെയ്യണം ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. ഫസ്റ്റ് സെറ്റ് എ പാർട്ട് 1 ഫോർ ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഓരോ ഗ്രൂപ്പിനും ഓരോ സീറ്റ്സ് വീതം കൊടുത്തു. ക്യാൻ യു കണ്ടിന്യൂ ദിസ് വിത്ത് ദ റിമൈനിങ്? ബാക്കിയുള്ള സീറ്റ്സും വെച്ചിട്ട് എന്ത് ചെയ്യാൻ നിങ്ങളോട് അത് കണ്ടിന്യൂ ചെയ്തിട്ട് ഫില്ല് ചെയ്യാൻ ഫുൾ സീറ്റ്സ് എന്ത് ചെയ്യാൻ മുഴുവൻ സീറ്റ്സും അവർക്ക് ഇടയിൽ ഷെയർ ചെയ്യാൻ. ഫിനിഷ്ഡ്. അപ്പോൾ എന്ത് ചെയ്യണം അവൾ കൊടുത്ത് കഴിഞ്ഞു. ഹൗ മെനി ഡസ് ഈച്ച് ഗ്രൂപ്പ് ഗെറ്റ്? ഓരോ ഗ്രൂപ്പിനും എത്രയാണ് കിട്ടിയത്? ഫസ്റ്റ് 6 സീറ്റ്സ് കൊടുത്തു, പിന്നെ 6 12 അല്ലേ? പിന്നെ നെക്സ്റ്റ് തേർഡ് ഓരോ സീറ്റ്സ് കൊടുക്കുമ്പോൾ എത്രയായി 18. നെക്സ്റ്റ് 24. അങ്ങനെ കൊടുത്ത് എത്ര ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടാവും സീറ്റ്സ് അവിടെ വരച്ചു കൊടുക്കുക. ഹൗ മെനി ഡസ് ഈച്ച് ഗ്രൂപ്പ് ഗെറ്റ്? ഫസ്റ്റ് 6 ഓരോ ഗ്രൂപ്പിനും ഓരോന്ന് കൊടുത്ത 6, ദെൻ നെക്സ്റ്റും ഓരോ സീറ്റ്സ് കൊടുത്താൽ 12, ദെൻ 24. സോറി ഫസ്റ്റ് 6, ദെൻ 12, ദെൻ തേർഡ് ഓരോ സീറ്റ്സ് കൊടുത്ത 18, ദെൻ ഫോർത്ത് ഓരോ സീറ്റ്സ് കൊടുത്ത 24, ദെൻ നെക്സ്റ്റ് 30, ദെൻ നെക്സ്റ്റ് 36, ദെൻ 42, നെക്സ്റ്റ് 48. അപ്പോൾ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? എത്ര സീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും ഓരോ ഗ്രൂപ്പിനും ഓരോ സീറ്റ്സ് വീതം ഇങ്ങനെ കൊടുത്തു. അപ്പോൾ 8 ടൈംസ് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഓരോ സീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ദെൻ ഹൗ മെനി ഡസ് ഈച്ച് ഗ്രൂപ്പ് ഗെറ്റ്? അപ്പോൾ ഓരോ ഗ്രൂപ്പിന് എത്ര കിട്ടിയിട്ടുണ്ടാവും? 8 സീറ്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് 1 by 1 ലൈക്ക് ദീസ് ക്യാൻ ബി ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ഹൗ മെനി സീറ്റ്സ് വി ഹാവ് ടു ഗീവ് ഈച്ച് ഗ്രൂപ്പ്. ഇനി ഇത് ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യുക ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര സീറ്റ്സ് ആണ് കിട്ടിയത് എന്നുള്ളത് കണ്ടെത്താൻ കഴിയും. വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ്? ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് 48. Okay, write 48. So the number of seats for each group added 6 times must give 48. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും കിട്ടിയ സീറ്റ്സിൻ്റെ എണ്ണം എന്ത് ചെയ്യുക 6 ടൈംസ് ആഡ് ചെയ്ത് എന്ത് കിട്ടണം? നമുക്ക് 48 കിട്ടണം. അതായത് സീറ്റ്സിൻ്റെ ടോട്ടൽ സീറ്റ്സിൻ്റെ എണ്ണമായ 48 കിട്ടണം. വാട്ട് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 6 ഗീവ്സ് 48? അപ്പോൾ 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 48 കിട്ടുക? വാട്ട് നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 6 ഗീവ്സ് 48? 8. Okay, 8 into 6 equal 48. Can't we put this differently? 48 divided by 6 gives 8. അപ്പോൾ 8 into 6 48. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ 8 into 6 48. അപ്പോൾ 8 നമുക്ക് അറിയില്ല, 8 ആണ് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ 8 into 6 ആണ് 40. അപ്പോൾ സീറ്റ്സ് കൊടുത്ത് വിതരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഓരോ ഗ്രൂപ്പിന് 8 ആണെന്ന് കിട്ടി. ഇനി 8 ആണ് നമുക്ക് കണ്ടെത്തേണ്ടതെങ്കിൽ 8 അറിയില്ല, സീറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സീറ്റ്സ് ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഗ്രൂപ്പിനും കിട്ടുന്നത് കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 8 into 6 48 ആണെന്നുണ്ടെങ്കിൽ ഈ 8 കിട്ടാൻ 48 ഡിവൈഡ് ബൈ 6 ചെയ്താൽ മതി. ക്ലിയർ? 8 into 6 48 ആണ്. 8 നമുക്ക് അറിയില്ല, അത് സീറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് അറിഞ്ഞു അല്ലേ? അപ്പം ഇനി ഇത് അറിയാത്ത കേസ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഓരോ ഗ്രൂപ്പിന് എത്ര സീറ്റ്സ് കിട്ടും എന്നുള്ളത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 48 ഡിവൈഡ് ബൈ 6. ഓക്കെ, ലിസൺ. 48 divided by 6. 48 how many times 6? 8. 8 into 6 equal 48. Then 8. Okay.
That is 48 divided by 6 equal 8. Now, when 56 seats were distributed among the groups of class 5th B, ഇനി എന്താ 56 seats ആണ് 5th B ക്ലാസ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഈച്ച് ഗ്രൂപ്പ് ഗോട്ട് 8 seats. ഓരോ ഗ്രൂപ്പിനും കിട്ടിയത് 8 seats ആണ്. ഹൗ മെനി ഗ്രൂപ്പ്സ് വേർ ദർ? ഇവിടെ ഗ്രൂപ്പാണ് കാണുന്നത്. ഇവിടെ എന്തായിരുന്നു? ഓരോ ഗ്രൂപ്പിനും കിട്ടിയ ഗ്രൂപ്പ് തന്നിരുന്നു, സീറ്റ്സ് ആണ് കണ്ടെത്തേണ്ടത്. ഇനി ഇവിടെ 5th Bയിൽ ഓരോ ഗ്രൂപ്പിനും ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട്. അവർക്ക് 56 seats ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും കിട്ടിയത് 8 seats ആണ്. ഹൗ മെനി ഗ്രൂപ്പ്സ് വേർ ദർ? അങ്ങനെയാകുമ്പോൾ ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്? ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് വാട്ട് ഷുഡ് വി ഡു? ലെറ്റ്സ് സ്പ്ലിറ്റ് 56 seats ഇൻറ്റു സെറ്റ് ഓഫ് 8. ഇനി ഇതിലെന്താ ചെയ്യേണ്ടി വരിക? ഓരോ ഗ്രൂപ്പിന് 8 seats ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 8 ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ മതി. ഹൗ മെനി സെറ്റ്സ് ഓഫ് സീറ്റ്സ്? ഫസ്റ്റ് 8, then 16 കഴിയും, നെക്സ്റ്റ് 24, നെക്സ്റ്റ് 32, നെക്സ്റ്റ് 40 അല്ലേ? 40, നെക്സ്റ്റ് 48, then 56. ഹൗ മെനി സെറ്റ്സ് ഓഫ് സീറ്റ്സ്? എത്ര സെറ്റ് ആക്കാൻ കഴിഞ്ഞപ്പോൾ 8 ഉള്ള എത്ര സെറ്റ്സ് ആക്കി? 7. Then so class 5th B is divided into how many groups? അപ്പോൾ എത്ര ഗ്രൂപ്പായി? 7 ഗ്രൂപ്പാക്കി മാറ്റി. 8 seats വീതമുള്ള 7 ഗ്രൂപ്പാക്കി മാറ്റി. അപ്പോൾ അത് ഓരോ ഗ്രൂപ്പിനും കൊടുക്കുന്നതല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 7 ഗ്രൂപ്പാണ് 5th B എന്നുള്ളതെന്ന് പറയാം. എനി ഐഡിയ ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് വിത്തൗട്ട് ആക്ച്വലി സ്പ്ലിറ്റിംഗ് ദ സീറ്റ്സ് ആസ് എബോ? ഈ സീറ്റ്സ് ഇല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ എണ്ണം കണ്ടെത്തുക എന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനി ഐഡിയ? It is 56 seats that has to be split into sets of 8. ഇനി എന്ത് ചെയ്യാം? 56 seatsനെ 8 seats ഉള്ള ഓരോ സെറ്റാക്കി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ 8 ആഡഡ് ആസ് മെനി ആസ് ദ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഗീവ്സ് 56 അല്ലേ? അപ്പോൾ 8 ഇങ്ങനെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 56 കിട്ടണം. ദാറ്റ് ഈസ് 8 മൾട്ടിപ്ലൈഡ് ബൈ ദിസ് നമ്പർ മസ്റ്റ് ബി 56. അപ്പോൾ 8 ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? 56 കിട്ടണം. 8 മൾട്ടിപ്ലൈഡ് ബൈ വാട്ട് നമ്പർ ഗീവ്സ് 56? 8നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 56 കിട്ടുക? വാട്ട് നമ്പർ? 8 into 7 equal 56. ഓക്കെ, ഈ 7 അറിയില്ല, ഈ സീറ്റ്സിൻ്റെ എണ്ണവും ഗ്രൂപ്പുകളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സീറ്റ്സിൻ്റെ എണ്ണം അറിയാം, ഗ്രൂപ്പ് എത്രയാണെന്നുള്ളത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? സോ വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഓൺ ഡിവൈഡിങ് 56 by 8? കഴിഞ്ഞ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഈ 7 ഇപ്പോൾ ഇവിടെ സീറ്റ്സും ഗ്രൂപ്പൊന്നും അറിയില്ല, അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 56 divided by 8. ഓക്കെ, ലിസൺ. 56 how many times 8? 7. 7 into 8 equal 56. Okay, 7 groups. ഓക്കെ, അപ്പോൾ സീറ്റ്സിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താണ് ഇങ്ങനെ ഇൻറ്റു ചെയ്തൊക്കെ അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ സീറ്റ്സിൻ്റെ കേസൊന്നും ഇല്ലാത്തൊരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടലിനെ ആ ഗ്രൂപ്പ് സീറ്റ്സിൻ്റെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ സീറ്റ്സിൻ്റെ എണ്ണമാണ് 8, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക 7 ഗ്രൂപ്പ്സ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, thus we find out the number of groups in class 5th B. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് ഗ്രൂപ്പ് 5th Bയിലുള്ള 7 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് കിട്ടി. The table below shows the number of groups some classes were divided into and the number of seats given to these classes fill in the missing details. കുറച്ച് ക്ലാസ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതിന് സീറ്റ്സ്, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിൻ്റെയും ഇതും കൊടുത്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിനും കിട്ടിയിട്ടുള്ള സീറ്റ്സിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. അത് ചിലത് എന്താണ് മിസ്സായിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാൻ. 5th C, ഫസ്റ്റ് ലുക്ക് 5th C, നമ്പർ ഓഫ് സീറ്റ്സ് 70, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 5, ദെൻ നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ് ആർ മിസ്സിങ്. ദെൻ ഹൗ ക്യാൻ വി ഫൈൻഡ് നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്? 70 divided by 5. ഓക്കെ, നെക്സ്റ്റ് 6th A, നമ്പർ ഓഫ് സീറ്റ്സ് 96, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് മിസ്സിങ്, നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ് 8. Then how can we find number of groups? 96 divided by 8. ഈ പ്രോബ്ലം ചെയ്ത പോലെ 96 divided by 8. Next 6th B, number of seats 84, number of groups 6, then number of seats for each group missing. Then how can we find number of seats for each group? 84 divided by 6. Okay, 6th C, number of seats are missing, then number of groups 7, number of seats for each group 12. Then
Then how can we find number of seats? ഡിവൈഡ് ചെയ്താൽ കിട്ടുമോ? നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 7 ആണ്, നമ്പർ ഓഫ് സീറ്റ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിനും കിട്ടിയത് 12 ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്താൽ കിട്ടൂല, എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ. 6th C, then number of seats, number of groups into number of seats for each group, multiply. Then we get number of seats. Okay, this is homework. Steps എഴുതിയിട്ട് ലാസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, next look at questions at page number 36. First question, the total price of 7 pens is 98 rupees, all of the same prices. What is the price of 1 pen? 7 pens in the cost price 98 rupee. What is all of the same price? എല്ലാതും എന്താണ്? സെയിം പ്രൈസിൻ്റെ പെൻ തന്നെയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 pen? 1 പെന്നിൻ്റെ പ്രൈസ്. 1 പെന്നിൻ്റെ പ്രൈസ് കാണാൻ can we find the price of 1 pen? 98 divided by 7. Okay, next, Amal bought 6 notebooks, all of the same price. Amal എന്ത് ചെയ്തു? 6 നോട്ട്ബുക്ക് വാങ്ങി, എല്ലാതും സെയിം പ്രൈസ് ആണ്. He gave 100 rupee notes and the shopkeeper gave him 4 rupees back. അവൻ എന്ത് ചെയ്തു? ഒരു 100 രൂപയുടെ നോട്ട് കൊടുത്തു. ഷോപ്പ് കീപ്പർ അവന് 4 rupees മടക്കി കൊടുത്തു, ബാലൻസ് കൊടുത്തു. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്? അങ്ങനെ ആകുമ്പോൾ നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എത്രയാണ്? അപ്പോൾ 6 നോട്ട്ബുക്സിന് 100 രൂപ കൊടുത്തപ്പോൾ 4 rupee എന്ത് ചെയ്തു? ബാലൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ 6 ബുക്കിന് എത്ര രൂപ ആയിട്ടുണ്ടാവും? 100 - 4 96 റുപ്പി ആയിട്ടുണ്ടാവും അല്ലേ? 96 റുപ്പി 6 നോട്ട്ബുക്സിനാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ വില. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് 1 നോട്ട്ബുക്ക്? 96 divided by 6. Okay, next, third question, 96 children came for volleyball practice and they were divided into groups of 8. 96 children എന്ത് ചെയ്യാണ്? വോളിബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അവർ 8 ഗ്രൂപ്പ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തത്? വോളിബോൾ പ്രാക്ടീസ് ചെയ്യണത്. ഹൗ മെനി ഗ്രൂപ്പ്സ് വുഡ് ബി ദർ? അങ്ങനെ ആകുമ്പോൾ എത്ര ഗ്രൂപ്പാണ്? ഈ 96 ചിൽഡ്രന് 8 ആളുകൾ വീതമുള്ള ഗ്രൂപ്പാണ് ആക്കുന്നത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഈ 96 ചിൽഡ്രന് എത്ര ഗ്രൂപ്പാണ് ഉണ്ടാക്കാൻ കഴിയുക? ടോട്ടൽ 96 ചിൽഡ്രൻ ആണ്. അവർ 8 വീതം 8 കുട്ടികളുള്ള വീതം എന്താണ് ഗ്രൂപ്പാണ് ആക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഓരോ ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിയുക? Then how can we find 96 divided by 8? ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ്, some cars and auto rickshaws are പാർക്ക്ഡ് ഇൻ എ ഗ്രൗണ്ട്. കുറച്ച് കാറും ഓട്ടോറിക്ഷ എന്ത് ചെയ്യാണ്? ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നന്ദു സേസ് ദർ ആർ 100 വീൽസ് ഇൻ ആൾ. അത് ഓട്ടോറിക്ഷയുടെയും കാറിൻ്റെയും അവിടെ വീൽസ് അവന് പറയണെന്ത്? 100 വീൽസ് ഉണ്ടെന്ന് പറയാണ്. റിയാസ് സേസ് ദർ ആർ 12 ഓട്ടോറിക്ഷ. അപ്പോൾ റിയാസ് പറഞ്ഞത് ഇവിടെ 12 ഓട്ടോറിക്ഷയാണുള്ളത്. ഓട്ടോറിക്ഷയ്ക്ക് 3 വീൽസ് ആണുള്ളത് അല്ലേ? ഹൗ മെനി കാർസ് ആർ ദർ? അങ്ങനെ ആകുമ്പോൾ എത്ര കാറാണ് അവിടെ ഉള്ളത്? 12 ഓട്ടോറിക്ഷയാണുള്ളത്. നിങ്ങൾ 100 വീൽസ് ടോട്ടൽ പറഞ്ഞു അല്ലേ? അപ്പോൾ 12 ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ 12 ഓട്ടോറിക്ഷ ആകുമ്പോൾ ഓരോ ഓട്ടോറിക്ഷയ്ക്ക് എത്ര? 3 വീൽസ് ആണുള്ളത്. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കുള്ള വീൽസിൻ്റെ എണ്ണം ഫസ്റ്റ് കാണണം അല്ലേ? 12 × 3. ഓട്ടോറിക്ഷയുടെ വീലിൻ്റെ 12 × 3 ആണ് 36 കിട്ടും. ഈ 36 ഒഴിച്ചിട്ടുള്ള ബാക്കി വീൽസൊക്കെ എന്തിൻ്റെയും? കാറിൻ്റെയും അല്ലേ? അപ്പോൾ അത് മൈനസ് ചെയ്യണം. കാറിൻ്റെ വീൽസ് കാണാൻ 100 - 36 = 64 വീൽസ് കിട്ടും കാറിൻ്റെ. ഇനി എത്ര കാറുണ്ട് എന്നുള്ളത് കാണാം. 64 divided by 4. ഓക്കെ, 64 divided by 4 ചെയ്യുക, കാറിൻ്റെ എണ്ണം കിട്ടും. നെക്സ്റ്റ്, 8 റോൾസ് ഓഫ് ക്ലോത്ത് ഈച്ച് ഓഫ് 76 meters ആർ ബോട്ട് ഫോർ ബോയ്സ് യൂണിഫോം ഇൻ എ സ്കൂൾ. 8 റോള് ക്ലോത്ത് കൊണ്ടുവരികയാണ്. ഓരോ റോളിലും 76 മീറ്റർ ക്ലോത്താണുള്ളത്. ആർ ബോട്ട് ഫോർ ബോയ്സ് യൂണിഫോം ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിലെ ബോയ്സിന് യൂണിഫോമിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്. ഈച്ച് ബോയ് ഈസ് ടു ബി ഗിവൺ 4 meter. ഓരോ ബോയ്ക്കും 4 meter ലെങ്ത്ത് ആണ് വേണ്ടത്. ക്ലോത്തിൻ്റെ ലെങ്ത്ത് 4 meter ആണ്. യൂസിങ് 1 റോൾ ഹൗ മെനി ബോയ്സ് ക്യാൻ ബി ഗിവൺ ക്ലോത്ത്? ഒരു റോളിൽ നിന്ന് എത്ര ബോയ്സിന് കൊടുക്കാൻ കഴിയും? ഷർട്ടിന് ക്ലോത്ത് കൊടുക്കാൻ കഴിയും. ഒരു റോളിൽ 76 meter ആണെന്ന് പറഞ്ഞു. അപ്പോൾ 76 divided by 4. ഒരു ബോയ്ക്ക് വേണ്ടത് 4. അപ്പോൾ ഒരു റോളിൽ നിന്ന് കൊടുക്കാൻ കഴിയണേ ബോയ്സ് ക്ലോത്തിൻ്റെ എത്ര ബോയ്സിന് കൊടുക്കാൻ കഴിയും എന്നുള്ളത് കണ്ടെത്താൻ 76 divided by 4. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൗ മെനി ബോയ്സ് യൂസിങ് ആൾ ദ 8 റോൾസ്? 8 റോൾസിൽ ഇനി എത്ര ബോയ്സിന് കൊടുക്കാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് 8 × 76. 76
മീറ്റർ ആണ് എന്ത് ഒരു റോളിലുള്ളത് അല്ലേ. അപ്പോൾ 76 മീറ്റർ വീതം വെച്ച് 8 റോളിലുള്ളത് കാണാൻ 76 × 8 മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ആ കിട്ടിയതിന് പിന്നെ 4 കൊണ്ട് ഇവിടെ 1 റോളിലുള്ളത് ചെയ്തില്ല. 1 റോളിലുള്ള 76 മീറ്ററാണ്. അപ്പോൾ ഒരു ബോയ്ക്ക് വേണ്ടത് 4 ഡിവൈഡ് ചെയ്തു. ഇനി 8 റോൾസിലുള്ളത് കാണാം. 8 റോൾസ് ഇൻറ്റു ചെയ്താൽ എത്ര മീറ്റർ ക്ലോത്ത് ആണെന്ന് കിട്ടും. ആ കിട്ടിയതിന് എന്ത് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. സ്റ്റെപ്സ് ഐ വിൽ സെൻഡ് ഇൻ ഗ്രൂപ്പ്സ്. കാൽക്കുലേഷൻസ് ഡു യുവർ സെൽഫ്. ഓക്കെ. നെക്സ്റ്റ് ലുക്ക് പേജ് നമ്പർ 34 സൈഡ് ബോക്സ് ഡിവിഷൻ ട്രിക്ക്. അമ്മിണി ടീച്ചർ ബോർഡ് 65 സീറ്റ്സ് ഫോർ 5 ഗ്രൂപ്പ്സ് ഓഫ് ചിൽഡ്രൻ. 65 സീറ്റ്സ് എന്ത് ചെയ്യാണ്, 5 ഗ്രൂപ്പ് 5 ഗ്രൂപ്പിലെ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഷീ ഹാഡ് ബോർഡ് 6 പാക്കറ്റ്സ് ഓഫ് 10 സീറ്റ്സ് ഈച്ച് ആൻഡ് 5 മോർ സീറ്റ്സ് ലൂസ്. അപ്പോൾ എങ്ങനെ കൊടുത്തത്, 10 സീറ്റ്സ് വീതമുള്ള 6 പാക്കറ്റും പിന്നെ 5 എണ്ണം പാക്കറ്റിലൊന്നും അല്ലാതെ ലൂസായിട്ടുമാണ് കൊടുത്തത്. ഹൗ വുഡ് ഷീ ഡിസ്ട്രിബ്യൂട്ട് ദീസ് എമംഗ് ദ ഗ്രൂപ്പ്. എങ്ങനെയാണ് അത് ഗ്രൂപ്പിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. ഫസ്റ്റ് ഷീ വുഡ് ഗീവ് 1 പാക്കറ്റ്സ് ടു ഈച്ച് ഗ്രൂപ്പ്. ദെൻ വാട്ട്, 5 ഗ്രൂപ്പിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് അല്ലേ. 65 സീറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഓരോ 10 വീതമുള്ള ഓരോ ഗ്രൂപ്പ് അങ്ങനെ 6 പാക്കറ്റ്സ് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ 5 ഗ്രൂപ്പിന് ഓരോ പാക്കറ്റ് കൊടുത്ത് എത്രയായി, ഫസ്റ്റ് അവളതാ ചെയ്തത്. ഓരോ ഗ്രൂപ്പിന് എന്ത് ചെയ്തു, ഓരോ പാക്കറ്റ് കൊടുത്തു. അപ്പോൾ 50 സീറ്റ്സ് കഴിഞ്ഞു. ദെൻ വാട്ട്, അപ്പോൾ എത്ര കിട്ടുക, 10 വീതമുള്ള ഓരോ ഗ്രൂപ്പ് ഓരോ പാക്കറ്റ് കിട്ടും അല്ലേ. ഓപ്പൺ ദ റിമൈനിങ് പാക്കറ്റ്സ് ആൻഡ് പുട്ട് ഇൻ ലൂസ് 5 ടു മേക്ക് 15 സീറ്റ്സ്. ബാക്കി എത്രയുള്ളത്, 65 സീറ്റ്സ് ആണുള്ളത്. അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ പാക്കറ്റ് കൊടുത്തപ്പോൾ എന്താണ് 50 സീറ്റ്സ് കഴിഞ്ഞു. ബാക്കിയുള്ള ഒരു പാക്കറ്റ് അവൾ എന്ത് ചെയ്തു, അത് എന്ത് ചെയ്തു, അവൾ പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ബാക്കിയുള്ള 5 ലൂസ് അവിടെ നിൽക്കേണ്ട 5 അതിൻ്റെ കൂടെ കൂട്ടിയ. ദെൻ ടു മേക്ക് 15 സീറ്റ്സിന് അപ്പോൾ എന്തായി, 10 ആ പാക്കറ്റിലുള്ളതും ബാക്കി ലൂസ് നിൽക്കണത് 15 ആയി. ആ 5 കൂടി കൂട്ടിയപ്പോൾ എന്തായി, 15 സീറ്റ്സ് ആയി. ദീസ് 15 സീറ്റ്സ് കുഡ് ബി ഡിവൈഡഡ് എമംഗ് ദ 5 ഗ്രൂപ്പ്സ് ബൈ ഗിവിങ് 3 ടു ഈച്ച്. ഇനി ആ 15 സീറ്റ്സിനെ വീണ്ടും എന്ത് ചെയ്യാണ്, 5 ഗ്രൂപ്പിന് കൊടുക്കുമ്പോൾ 3 സീറ്റ്സ് കിട്ടും അല്ലേ. 3 × 5 ആണ് എന്ത്, 15. Then so each group would get 1 packet and 3 more, which is 10 + 3 = 13. ഓക്കെ. ഫസ്റ്റ് കിട്ടിയ ഒരു പാക്കറ്റുള്ളത് 10, ആ 10ഉം ഇപ്പോൾ ലൂസായിട്ട് കിട്ടിയ 3ഉം. അപ്പോൾ 10 + 3 = 13. ഓക്കെ. Let's wind up today's class. Thank you.